നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു ഗതാഗതത്തിനായി തുറന്നിട്ട് 100 ദിവസം പിന്നിട്ടു. മുംബൈ നഗരത്തെയും നവി മുംബൈയെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന 22 കിലോമീറ്റർ വരുന്ന കടൽപ്പാലം ജനുവരി 13-നാണ് ഗതാഗതത്തിനായി തുറന്നത്. ആദ്യ 100 ദിവസത്തിനിടെ 21.9 ലക്ഷം വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോയത്. ഏപ്രിൽ 23 വരെയുള്ള കണക്കാണിത്. ഇതിൽ 21.1 ലക്ഷവും കാറുകളാണ്. 16,569 ബസ്സുകളും 43,876 മൾട്ടി ആക്സിൽ ട്രക്കുകളും ഇതുവഴി കടന്നുപോയി. ദിവസം ശരാശരി 22,000 വാഹനങ്ങൾ പാലത്തിലൂടെ പോകുന്നുവെന്നാണ് കണക്ക്. 250 രൂപയാണ് കാറുകൾക്ക് ഒരു വശത്തേക്ക് പാലത്തിൽ ടോളായി ഈടാക്കുന്നത്. 2 വശത്തേക്കുമായി 375 രൂപ വരും. പ്രതിമാസ പാസ് 12,500 രൂപയാണ്. ഒരു വർഷത്തേക്കുള്ള പാസിന് 1.5 ലക്ഷം രൂപ വരും. ദിവസം ശരാശരി 70,000 വാഹനങ്ങൾ പാലം യാത്രയ്ക്കായി ഉപയോഗിക്കുമെന്നാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഉയർന്ന ടോൾ നിരക്ക് വാഹനങ്ങൾ കുറയാൻ കാരണമാകുന്നുവെന്നാണ് വിലയിരുത്തൽ. ആദ്യ ഒരു മാസ കാലയളവിൽ 8.13 ലക്ഷം വാഹനങ്ങളിൽ നിന്നായി 13.95 കോടി രൂപ ടോളായി പിരിച്ചിരുന്നു. 100 ദിവസം പിന്നിടുമ്പോൾ ഇത് 38 കോടി രൂപ വരെയായതാണ് ഔദ്യോഗികമായ കണക്ക്. രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവ് എന്തെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന അഭിമാന പദ്ധതിയായാണ് അടൽ സേതു വിശേഷിപ്പിക്കുന്നത്. ഏതാണ്ട് 18,000 കോടി രൂപ ചെലവിൽ താനെ കടലിടുക്ക് കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിന് 21.8 കിലോമീറ്ററാണ് നീളം. ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ 12ാമത്തെ പാലമെന്ന റെക്കോർഡും അടൽ സേതു ഇതിനകം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക് എത്താനുള്ള സമയം 1.5 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റായി ചുരുങ്ങും. മധ്യ മുംബൈയിലെ സെവ്രിയയിൽ നിന്ന് തുടങ്ങുന്ന പാലം നവി മുംബൈയിലെ ചിർലയിലാണ് അവസാനിക്കുന്നത്. ആകെയുള്ള 21.8 കിലോമീറ്റർ ദൂരത്തിൽ 16.5 കിലോമീറ്റർ കടലിലും 5.8 കിലോമീറ്റർ കരയിലുമായാണ് കടൽപ്പാലം സ്ഥിതി ചെയ്യുന്നത്. 27 മീറ്ററാണ് പാലത്തിന്റെ വീതി. 1,77,903 മെട്രിക് ടൺ സ്റ്റീലും 50,4,253 മെട്രിക് ടൺ സിമന്റും പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചുവെന്നാണ് കണക്ക്. ആകെ 70 ഓർത്തോട്രോഫിക് സ്റ്റീൽ ഡഡ്ജ് ഗിൽഡറുകളാണ് പാലത്തിലുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി ഓർത്തോട്രോപിക് ഡെക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലവും ഇതാണ്. വാഹനങ്ങളുടെ ഹോണും ശബ്ദവും കിളികളെ ബാധിക്കാതിരിക്കാൻ സെവ്രിയിൽ നിന്ന് 8.5 കിലോമീറ്റർ ദൂരത്തിൽ പാലത്തിന്റെ കൈവരിയിലായി പ്രത്യേക നോയിസ് ബാരിയർ സ്ഥാപിച്ചിട്ടുണ്ട്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സുരക്ഷാ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് പാലത്തിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച മറയ്ക്കാൻ 6 കിലോമീറ്റർ ദൂരത്തിൽ വ്യൂ ബാരിയറും ഘടിപ്പിച്ചിട്ടുണ്ട്. കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് കടലിൽ തൂണുകളും മറ്റും സ്ഥാപിച്ചത്. നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തി നഗരത്തിലെ തിരക്ക് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് 3 പതിറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഈ കടൽപ്പാലം. നിരവധി തടസ്സങ്ങൾ മറികടന്ന് 5.5 വർഷങ്ങൾക്ക് മുൻപ് 2018 പകുതിയോടെയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല.